നമ്മളെ കങ്ങിനും തെങ്ങിനും ഒരേ തളപ്പിടാൻ നിൽക്കേണ്ട വയറ് പൊളിയും കേട്ടോ. തളപ്പൊക്കെ നോക്കിയിട്ടോളി. പൈക്കച്ചവടം എന്ന് പറഞ്ഞാൽ വളക്കത്ത് നൂലായിട്ട് ആളിപ്പോകല്ലോ എന്ന മാതിരി ആളിപ്പോകുന്ന സാധനമാണ്. 1.5 ലക്ഷത്തിന് വാങ്ങിയാൽ നാളെ ഔട്ട് ചേരുന്നാൽ കിട്ടാൻ പോകുന്നത് 30 ഉറുപ്പ്യാണ്. ഇതൊന്നും അല്ല തെച്ചിട്ട് ഒന്നും പോകാൻ പോകുന്നില്ല. എത്ര അതിൻ്റെ മര്യാദ കൊടുക്കണം? 50 പജ്ജ് 1.5 ഉറുപ്പ്യൻ്റെ പജ്ജാണ്. സംശയിക്കട ഇജ്ജ് ഞാനും ജീവിച്ചിരിക്കുന്നു. ഈ പജ്ജ എൻ്റെ നാട്ടിൽ വേറെ ഈ പജ്ജ് പെറ്റിട്ടുണ്ടെങ്കിൽ 1.5 ഉറുപ്പ്യാണ്. ആ 1.5 ഉറുപ്പ്യാണ്. കൊടുക്കുക ഈ പജ്ജ് കൊടുക്കുക. ഏയ് മാഷ് ഇത് കൊണ്ടേക്കുള്ളൂ. ഇതുകൊണ്ടേലേ നമ്മളൊരു പെണ്ണിനെ വിളിച്ച് മിറ്റം ചെത്തിക്കോരങ്ങ് വിളിച്ച് 600 ഉറുപ്പ്യം ചെലവും കൊടുക്കണ്ടേ? ഇതിന് ആ തൊടുക്കട കുട്ടികൾ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുടിച്ചിൽ കൊടുത്ത് കെട്ടിയിട്ട് അവിടെ ഉണ്ടായ കഞ്ഞി വെള്ളം കൊടുത്താലും നമ്മൾ ആവശ്യം ഇഷ്ടം മാതിരി നടക്കും. അത് അങ്ങനത്തെ മുതലാണ്. ഇത് അജാതിക്കത്തെ മുതലാണ്. ബിസ്ക്കറ്റ് കളറാ വെള്ളല്ല. അതിൻ്റെ പാലിയേറ്റ് ചായ വെച്ച കഞ്ഞിരാല് കൂടിയും അതറിയണം. അത്തര കട്ടിക്കണിക്കാണ് ഈ പഞ്ഞി. ഇതിനാണ് ബിസ്ക്കറ്റ് കളർ എന്ന് പറയുന്നത്. ബിസ്ക്കറ്റ് കളർ എന്ന് പറയുന്ന കളർ അതാണ്. അതിന്റെ കട്ടി ആ പാലോട് ചായ കാഴ്ചയാൽ കഞ്ഞിൻ്റെ ചെയ്യുമ്പോൾ ഒരു സുചായി ഉണ്ടാവില്ല. ഏതാളും അത്ര രസികര പോലെ. അടുത്ത പേരിന് 3.5 ഉറുപ്പിട്ടു. സംശയിക്കണ്ട. ഒരു മുലമെന്ന് ഒരു മുലമത്തൊരു മീറ്ററാ. ഒരു മുലമെന്ന് ഒരു അല്ല ഒന്ന് അടിക്കത്ത് പളിയൊക്കെ ഒരു മുലമെന്ന് ഒരു മുലമത്തൊരു മീറ്ററാണ്. യാതൊരു സംശയങ്ങളൊക്കെ മേടിച്ച് കിട്ടുന്ന മനസ്സിൽ അല്ലേക്ക് തരൂല. ഒറ്റ പഞ്ചായത്ത് ഒന്നും ഒരു തരും. ഒറ്റ പഞ്ചായത്ത് ചോദിച്ചാൽ 90,000 നമുക്ക് വാങ്ങാൻ പറ്റുമോ? ഇതൊരു 10-12 പഞ്ച് ഒന്നിച്ചെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താണ് വരുന്നതാണ്. കൊണ്ടുപോയിക്കോളി. അതിന് മര്യാദ പറഞ്ഞ് കൊണ്ടുപോയിക്കോളി. ഇത് കുടിച്ചു കൊടുക്കുക. ഈ പഞ്ച് കൊടുക്കും. ഇത് കൊടുക്കാം നമുക്ക്. നമ്മളെ കങ്ങിനും തെങ്ങിനും ഒരേ തളപ്പിടാൻ നിൽക്കേണ്ട വയറ് പൊളിയും കേട്ടോ. തളപ്പൊക്കെ നോക്കിയിട്ടോളി. പൈക്കച്ചവടം എന്ന് പറഞ്ഞാൽ വളക്കത്ത് നൂലായിട്ട് ആളിപ്പോകല്ലോ എന്ന മാതിരി ആളിപ്പോകുന്ന സാധനമാണ്. 1.5 ലക്ഷത്തിന് വാങ്ങിയാൽ നാളെ ഔട്ട് ചേരുന്നാൽ കിട്ടാൻ പോകുന്നത് 30 ഉറുപ്പ്യാണ്. ഇതൊന്നും അല്ല തെച്ചിട്ട് ഒന്നും പോകാൻ പോകുന്നില്ല. എത്ര അതിൻ്റെ മര്യാദ കൊടുക്കണം? 50 പജ്ജ് 1.5 ഉറുപ്പ്യൻ്റെ പജ്ജാണ്. സംശയിക്കട ഇജ്ജ് ഞാനും ജീവിച്ചിരിക്കുന്നു. ഈ പജ്ജ എൻ്റെ നാട്ടിൽ വേറെ ഈ പജ്ജ് പെറ്റിട്ടുണ്ടെങ്കിൽ 1.5 ഉറുപ്പ്യാണ്. ആ 1.5 ഉറുപ്പ്യാണ്. ആ 1.5 ഉറുപ്പ്യാണ്. 1.5 ഉറുപ്പ്യ അച്ചേരിയും പാലും കൂടിയുള്ള പജ്ജ്. 3 മാസം ചെനക്ക് ഗ്യാരണ്ടി തരാം. ഇല്ലെങ്കിൽ കൊടുക്കുന്നുള്ളൂ. ഞാൻ ഉത്തരവാദിത്തം. 4 മാസം. ആ ഇപ്പോൾ 5 ലിറ്റർ പാലിട്ടും. അതിന്റെ പേരാണ് ബിസ്ക്കറ്റ് കളർ. അതിന്റെ പേരാണ് ബിസ്ക്കറ്റ് കളർ. ആ കളർ പാലായിട്ട് എറിഞ്ഞ ഒരു മനുഷ്യൻ വെക്കും. അജാതി കട്ടിങ്ങനുള്ള പാലാണ്. ബിസ്ക്കറ്റ് കളറിന് ഒരു പൊടി പഞ്ച് കുടിച്ചു കൊടുക്കുക. ചായ എടുത്ത് ബാക്കി ഈ പോയിക്കോട്ട് പിടിച്ചു. ഇനി അതെല്ലാം ഇതാ കുടിച്ചത് ചെനക്ക് ഗ്യാരണ്ടി കൊടുക്കും. ആ ചെന നിങ്ങൾ കൊടുക്കുന്ന ഉത്തരവാദിത്തം തരാം. ഇല്ലേ? ആ നന്നായിട്ട് അത് നല്ല പച്ചാണേ. ആ പെണ്ണന്ന് അതിൽ 7,500 ഉറുപ്പ്യ തരാൻ. എന്നിട്ട് അതോള് എന്നിട്ട് തന്നില്ല. ആയിക്കോട്ടെ അത് പോട്ടെ. ചോക്ക് നന്നാട്ടെ. നന്നാവണം. നന്നായില്ലല്ലേ നമുക്ക്. ആ 2 ഉറുപ്പ്യ പറ്റുമല്ലേ? ആ ഇത് ചെനയും പാലും കൂടി ചെനക്ക് ഉത്തരവാദിത്തം. അത് ഞാൻ ഗ്യാരണ്ടി തരാം. ചെന നിങ്ങൾ കൊടുത്തോളൂ. തരുത് ആ പറ്റും ചെന. അതിനൊരു 1.5-2 ലിറ്റർ ഇത് 2 ഇപ്പം വാങ്ങിക്കൊണ്ട് വരും. ആ ആ അയാൾ ഏതാ ചോദിച്ചു ഞാൻ അറിയില്ല. അതിന് മതി കേട്ടോ. ഇപ്പൊ ഈ മാസം കുത്തിച്ച് അടുത്ത മാസം കുത്തിയേക്കണോ പറ്റി എന്നാണ്ടല്ലോ ചെന കറ്റ വെച്ച്. ആ പഞ്ചോണ്ടായിട്ട് അടുത്ത മാസം കുത്തിയേക്ക്. എന്നിട്ട് ഒരു 5 മാസം ചെന. ഇത് ചെനക്കാൻ ഗ്യാരണ്ടി തരാം. അതിന് മേടിച്ചാണ്. ഇത് ചെനക്ക് ഗ്യാരണ്ടി തരാം. ആ പഞ്ച് അടുത്ത മാസം കുത്തിയേക്ക്. ഇതല്ല പറഞ്ഞ ഞാൻ അതിനെ കുത്തിയേക്കാൻ പറഞ്ഞു. ഇതിന് 5 ലിറ്റർ പാല് ചെനയാണ്. അത് ചെനക്ക് ഉത്തരവാദിത്തം തരുന്നത് മതിയുണ്ട്. ഈ പഞ്ചി പഞ്ചി അടുത്ത മാസം കുത്തിയേക്കാം. എങ്ങനെ
ലൈവ്. ഹലോ പച്ചക്ക് മനസ്സിലാ കൊണ്ടുപോയിട്ടേ ഒരു പൊന്തിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പോഴോട്ട് കൊണ്ടുപോയി കൂടെ, ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പോഴോട്ട് കൊണ്ടുപോയി കൂടെ ആ പജ്ജ്. എന്നിട്ട് ആ പജ്ജുകളെ 4 ദിവസം കച്ചുമ്പോഴേക്ക് പൈക്കളെ കള്ളി അറിയുള്ളൂ. 600-650 കിലോമീറ്റർ വണ്ടിയിൽ നിന്നിട്ട് വരുന്ന മുതലാ. ഇടക്കെ ഇടക്കെ ഇതിന്റെ ടാങ്ക് ഉണ്ട് 20 ലിറ്ററിന്റെ ടാങ്ക് ആയി കൊടുത്തിട്ടുണ്ട്. 20 ലിറ്ററിന്റെ ടാങ്ക്, 20 ലിറ്ററിന്റെ ടാങ്ക്. ഈ പാലേറ്റ് എറിഞ്ഞാ പോകും. ആ ജാതി കട്ടിങ്ങാനുള്ള പാലാണ്. എടാ ആ ബിസ്ക്കറ്റ് കളർ ഉണ്ടേക്കടാ. ഇതാക്ക ആ ഇക്കൊല്ലം മാസ്റ്റർ കൊടുക്കും. ഈ പഞ്ചു കൊടുക്കും. മാസ്റ്റർ ഏയ് മാസ്റ്റർ ഇത് കൊണ്ടേക്കോളൂ. ഇതുകൊണ്ടേലേ നമ്മളൊരു പെണ്ണിനെ വിളിച്ച് മിറ്റം ചെത്തിക്കോരാൻ 600 റുപ്യ ചെലവും കൊടുക്കണ്ടേ. ഇതിന് ആ തൊടുക്കട കുട്ടികൾ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുടിശ്ശിക കൊടുത്ത് കെട്ടിയിട്ട് അവിടെ ഉണ്ടായ കഞ്ഞി വെള്ളം കൊടുത്താലും നമ്മൾ ആവശ്യം ഇഷ്ടം മാതിരി നടക്കും. അത് അങ്ങനത്തെ മുതലാണ് ഇത്. അജാതിക്കത്തെ മുതലാണ്. ബിസ്ക്കറ്റ് കളറാ, വെള്ളല്ല. അതിന്റെ പാലേറ്റ് ചായ വെച്ച കഞ്ഞിരാല് കൂടിയും അതറിയണം. അത്തര കട്ടിക്കണിയൊക്കെ ഈ പഞ്ഞി. ഇതിനാണ് ബിസ്ക്കറ്റ് കളർ എന്ന് പറയുന്നത്. ബിസ്ക്കറ്റ് കളർ എന്ന് പറയുന്ന കളർ അതാണ്. അതിന്റെ കട്ടി ആ പാലോട് ചായ കഴിച്ചാൽ കഞ്ഞിൻ്റെ ചെയ്യുമ്പോൾ ഒരു സുജായി ഉണ്ടാവില്ല. ഏതോ അത്തര രസികരെ പോലെ അത് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ഈ തന്ത. അതിപ്പോ ഈ പേരിനും പഞ്ചിന്റെ അവസ്ഥ ഉണ്ട്. അതിന് ഓലായിട്ട് വിലക്കും. പോയി കാർഡ് എടുക്കാൻ പറയുന്നത് നമ്മളെ കാർഡ് എടുക്കാൻ ഇൻഷൂർ കാർഡ് എടുക്കാത്തോട് പോയി കാർഡ് എടുക്കാൻ പറയുന്നത് നമ്മള് ആയിക്കോട്ടെ നമുക്ക് എടുക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എടുത്തോളാം. ഇൻഷൂർ കാർഡ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇതങ്ങ് അടുപ്പിച്ച് പറഞ്ഞു. ഇത് കുറെ ലക്ഷത്തിന് വാങ്ങണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി. ഞാൻ ചിങ്ങളിലാറ് കുറെ വയസ്സ് കയറുന്ന തന്തല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും. ഇതിമ നിങ്ങൾക്ക് 8 പോകൂല. ഇത് ഞാനും അതൊക്കെ അതിന് 5 കച്ചുമ്പോ ചിങ്ങടൊക്കെ അതൊക്കെ തൂക്കി കെട്ടുമ്പോൾ അത് ചിലവർക്ക് ഇതോ അതിന് ഒരു പേടി പേടിച്ചേട്ടാ. അത് ചിലപ്പോ സൈഡിൽ 5 ഇട്ടാലേ ഇപ്പൊ വേറെ വരുന്നു. അതൊന്നും വിഷയമല്ല. അതിനൊന്നും നിങ്ങൾ ഒരു പേടിയും പേടിച്ചേണ്ട. ഇതിമ എൻ്റെ 8 മാസങ്ങൾക്ക് പോലെ ഒരു പേടികൾ പേടിച്ചേണ്ട. ഇത് അങ്ങനത്തെ മുതലാണ്. ഇത് അങ്ങനത്തെ മുതലാണ്. ഇതിന്റെ പേരാണ് ബിസ്ക്കറ്റ് കളർ. എരുമപ്പാലിന് മാറാം. അത്ര കട്ടിക്കലുള്ള പോലെ. ഒന്ന് അടുപ്പിച്ച് പറഞ്ഞു കൊടുത്താ അയാൾക്കാ കച്ചവടം പറഞ്ഞത് ഒരു പേരിൽ അല്ലെങ്കിൽ ഒരു മാടാങ്കത്തേറ്റ് വെട്ടിക്കണ്ട ഇട്ടെടുത്താൽ മതി. എന്നാലും പഠിച്ചാൻ പറ്റിയ എങ്ങനെ ഊഞ്ഞാലടിക്കും. ഇതൊക്കെ ഒരു പുല്ലുള്ളടത്ത് കഴിച്ചാൽ കൊണ്ട് കിട്ടിയില്ല. ഞമ്മക്കത് മതി. നിങ്ങൾ ലക്ഷത്തിന് വാങ്ങണ്ട. ലക്ഷത്തിന് അനുഭവം എത്തിച്ച് നടത്തിക്കോളും. ലക്ഷത്തിന് അനുഭവം നടത്തിക്കോളും. യാതൊരു പേടിയും പേടിച്ചണ്ട. അവിടെ കേട്ടെ ഉണക്കല് മേടിച്ചോളി. ഒരു പേടിയും മേടിച്ചണ്ട. 8 നിങ്ങൾക്ക് തൊണ്ടെടുത്തൂല. ആ കാര്യങ്ങൾക്ക് എഴുതി തരാം. 8 തൊണ്ടെടുത്തൂല. അത് ഞങ്ങൾക്ക് പിടിച്ചാൽ നിങ്ങൾക്ക് പേക്കൂല. ഞമ്മക്കേ അത് മതി. നിങ്ങൾ 1 ലക്ഷം ഉറുപ്പ്യക്ക് ഒരു പജ്ജ് അങ്ങനെ അനുഭവം ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പജ്ജ് ആ പജ്ജിന്റെ ഈ പജ്ജ് കൊണ്ടേക്കും. എത്രക്കുണ്ട് നമുക്ക് അത് പറഞ്ഞു. എങ്ങനെ വേണ്ടേ? ആ എന്നായിക്കോട്ടെ. നിങ്ങൾ അയച്ചു കൊടുത്താ അത് ഫസ്റ്റിലെ പോറാണ്. ഇളയ പൈക്കുട്ടി അത് വേണ്ട. ആ പൈക്കുട്ടി എളുപ്പം കിട്ടുന്നുണ്ട്.
അതായിക്കോട്ടെ കൊത്തുകണ്ടെങ്കിൽ വേണ്ട, അത് വിഷയമല്ല കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലെന്ന് അതിന് കുഴപ്പമുള്ളത് ഞങ്ങൾ വാങ്ങൂല. നമുക്കിപ്പോൾ ഒരു കുഴപ്പമുള്ള പഞ്ച് ഒരാളെ കണക്കാക്കി നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ അതിന് ഒരു കുഴപ്പമൊന്നും ശരിയില്ല. ഈ പൈക്കുട്ടി ആയിക്കോളി ഇത്